സഭയുടെ ശാശ്വത സമാധാനത്തെ ദുരിതപ്പെടുത്തുവാൻ ബദൽകാതുനികയുമായിട്ടുള്ള അശാന്തിയുടെ വിട്ടുപോകാൻ ശ്രമിക്കുന്ന അന്ത്യോക്യൻ ബാപ്റ്റിസ്റ്റിനോടും അതിനെ പിന്തുണയ്ക്കുന്ന സർക്കാർ രാഷ്ട്രീയ നേതൃത്വങ്ങളോടുമുള്ള കടുത്ത ആവശ്യം രേഖപ്പെടുത്തിക്കൊണ്ട് 2020 മാർച്ച് മാസം 20 കോട്ടയം ദേവലോകം കാതോലിക്കയുടെ കമ്മിറ്റിയിൽ ചേരുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി യോഗം അവതരിപ്പിക്കുന്ന പ്രതിഷേധ പ്രമേയം AD 82 പരിശുദ്ധ മാർത്തോമാ സ്ഥാപനമായ മലങ്കര ഓർത്തഡോക്സ് സഭ ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും നിയമ സംവിധാനങ്ങളോടുള്ള കൂറും വിധേയത്വവും പ്രഖ്യാപിച്ചാണ് എക്കാലവും നിലകൊണ്ടിട്ടുള്ളത്. ഈ സഭയെ വ്യവഹാരങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുള്ള അവസാന വാക്കാണ് 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി. മലങ്കര സഭ ഒരു ട്രസ്റ്റാണെന്നും അത് എക്കാലവും നിലനിൽക്കുമെന്നും അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കി. പരിശുദ്ധ അന്ത്യോക്യൻ ബാപ്റ്റിസ്റ്റിന്റെ അധികാരം ഭാരതത്തിന് അസ്തമയമെത്തി എന്നതിന് കോടതി ആധികാരികത നൽകി. അതായത് ഷമാസിനെ പോലും മലങ്കര നിയമിക്കുന്ന അധികാരം പരിശുദ്ധ ബാപ്റ്റിസ്റ്റ് ഇല്ല. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ സുപ്രീം കോടതി അതിർത്തിയ സമാപന പഠനത്തിന് വീണ്ടും തുടക്കമിടുവാൻ ശ്രമിക്കുകയാണ് പീഡന വിഭാഗം. സമാപന പഠനത്തിലൂടെ നിലവിലെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതാണ് കൂടെ വിഷയം. ഇതിന്റെ ഭാഗമായിട്ട് മാർച്ച് 25 ബദൽ കാതോലിക്കയെ വാഴിക്കുവാൻ ശ്രമിക്കുന്നത്. പരമോന്നത കോടതി ഭാരതത്തെ വെല്ലുവിളിച്ച് നടത്തുന്ന ഈ നീക്കം രാജ്യത്തോടുള്ള അവഹേളനമാണ്. മലങ്കര സഭയിലെ വിവിധ വിഭാഗം കാതോലിക്സിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ സമാന്തര ഭരണ നീക്കത്തിന് സംസ്ഥാന സർക്കാർ പ്രതിപക്ഷവും പിന്തുണ നൽകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ ഒന്നടങ്കം ഞെട്ടിക്കും. നിയമവിരുദ്ധ കാര്യത്തിന് കേരളത്തിലെ നിയമമന്ത്രി തന്നെ കാർമികനാകുന്നത് നിസ്സാരമായി കാണാനാകില്ല. സുപ്രീം കോടതി നിരോധിച്ച സമാന്തര ഭരണത്തിന്റെ വളവേകാനാണ് പൊതുജനത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് 7 സർക്കാർ പദ്ധതികൾ ലക്നൌവിലേക്ക് വിനോദസഞ്ചാരം നടത്തുന്നത്. കേവലം എറണാകുളം എന്ന ജില്ലയിൽ മാത്രം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ പീഡന രാഷ്ട്രീയം കേരളം തിരിച്ചറിയും. രാഷ്ട്രീയ പാർട്ടികളുടെ സമദൂരം അവസാനിപ്പിക്കുവാൻ ഈ സഭ തീരുമാനിച്ച ചിലർ വീഴും, മറ്റു ചിലർ വാഴുന്ന കാര്യം ഓർക്കാനാണ്. വിദേശാധിപത്യത്തിന്റെ അടിമത്തെ പുനർവികസനത്തിലൂടെ പൊട്ടിത്തെറിഞ്ഞ സ്വാതന്ത്ര്യ വിശ്വാസികളാണ് മലങ്കര സഭയുടെ ബോധസ്വരികൾ. അവർ തെളിയിച്ച വിശ്വാസത്തിന്റെ വിടാവർക്ക് ഞങ്ങൾ ഹൃദയത്തിൽ പേരും. ഈ സഭയുടെ സ്വാതന്ത്ര്യത്തെയും അസ്തിത്വത്തെയും ഒരു ഭീഷണിക്ക് മുമ്പിൽ അടിയറവെക്കില്ല. മലങ്കരയുടെ സമാധാന ഭരണത്തിന് ഒപ്പുകൊടുത്തവരും ഭരണഘടന കൊണ്ട് സത്യം ചെയ്തവരും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൽ കൂട്ടുനിൽക്കുന്നതിനുള്ള ശക്തമായ പ്രതിഷേധം ഇതിനെ രേഖപ്പെടുത്തുന്നു. പ്രപ്പോസ് ബൈ Father Thomas Maurice, Seconded by Sir Odi Maurice Abraham, Almighty.